ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ടുവേർഡ്സ് എ 100-fold yield. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഈ വീഡിയോയിലിടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഈ സെക്കൻഡ് പാർട്ടിനെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫ്റ്റിംഗ്. ലുക്ക് അറ്റ് ദ പിക്ചർ. You need a saplings of this mango tree. It is possible to make it through layering. അതായത് ഈ പിക്ചറിൽ നോക്കൂ, അതൊരു മാംഗോ ട്രീ ആണ് അല്ലേ, മാവാണ്. യു നീഡഡ് എ സാപ്ലിങ്സ് ഓഫ് ദിസ് മാംഗോ ട്രീ. സാപ്ലിങ്സ് എന്ന് വെച്ചാൽ തൈ. അപ്പം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ മാവിൻ്റെ ഒരു സാപ്ലിങ്സ് തൈക്ക് ആവശ്യമുണ്ടോ? ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് ഇറ്റ് ത്രൂ ലെയറിങ്. ഇത് ലെയറിങ് വഴി സാധ്യമാവുമോ? ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻക്ലൂഡ് റൂട്ട്സ് ഇൻ ദ സ്റ്റെം ഓഫ് മാംഗോ ട്രീസ്. അതായത് അങ്ങനെ നമുക്ക് ലെയറിങ് എന്തുവാണ്, അതിനകത്ത് അതിൻ്റെ കൊപ്പിൽ തന്നെ നമ്മൾ വേര് പിടിപ്പിക്കുന്നതിനാണ് ലെയറിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാംഗോ ട്രീയുടെ കേസിൽ അത് പോസിബിൾ അല്ല. വാട്ട് എബൌട്ട് പ്ലാന്റിങ് സീഡ്സ്? അപ്പോൾ പിന്നെ സീഡ്സ് പ്ലാന്റ് ചെയ്താലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചാലോ? ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഫോർ ദ ട്രീ ടു ഈൽഡ് മാംഗോസ്. അപ്പം നമ്മളൊരു വിത്ത് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈൽഡ്, അതായത് മാംഗോ കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് വർഷങ്ങൾ പിടിക്കും. ഇറ്റ് നീഡ് നോട്ട് ഹാവ് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദി മാംഗോ ട്രീ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു മാവിൻ്റെ വിത്താണ് നട്ട് പിടിപ്പിക്കുന്നതെങ്കിൽ ആ മാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും പിടിക്കുന്ന തൈക്ക് വേണമെന്നില്ല. അത് മാങ്ങ കിട്ടുമ്പോൾ നമ്മുടെ ആ മാതൃവൃക്ഷത്തിൻ്റെ മാങ്ങയുടെ എല്ലാ ടേസ്റ്റും നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന മാവിൻ്റെ മാങ്ങയിൽ നിന്നും കിട്ടണമെന്നില്ല. ഇറ്റ് നീഡ് നോട്ട് ഹാവ് ഓൾ ക്വാളിറ്റീസ് ഓഫ് ദിസ് മാംഗോ ട്രീ. ദെൻ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് എ സാപ്ലിങ്സ് വിത്ത് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദിസ് മാംഗോ ട്രീ? പിന്നെ നമുക്ക് എന്താണ് വഴി? ഈ മാംഗോ ട്രീയുടെ അല്ലെങ്കിൽ ഈ മാങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഉള്ള വേറൊരു മാംഗോ ട്രീയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേറൊരു വഴി എന്താണ്? ഇതിനെപ്പറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് മാംഗോ ട്രീസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. മാംഗോയുടെ 2 വെറൈറ്റീസിൻ്റെ സ്വഭാവങ്ങളാണ് തന്നിരിക്കുന്നത്. അനലൈസ് ദി ടേബിൾ. ഒന്ന് നോക്കാം. ഇൻഡിജീനിയസ് മാംഗോ ട്രീ. ഇൻഡിജീനിയസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മാംഗോ ട്രീ, അതായത് കിളിച്ചുണ്ടൻ മാവാവാം, അത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. റിലേറ്റീവ്ലി സ്മാൾ മാംഗോ, അതായത് ചെറിയ മാംഗോ ആയിരിക്കും. സോർ ഓർ സ്വീറ്റ് മാംഗോ, ചിലപ്പോൾ മധുരമായിരിക്കും അല്ലെങ്കിൽ പുളിയായിരിക്കും. ഗ്രോ വെൽ ഇൻ ഓർ സോയിൽ, നമ്മുടെ സോയിലിൽ നന്നായിട്ട് പിടിക്കും. ഡസൻറ്റ് നീഡ് സ്പെഷ്യൽ കെയർ, പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നോക്കൂ, നീലം മാംഗോ ട്രീ. നീലം മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഈ സ്റ്റേറ്റുകളിലൊക്കെ വളരുന്നതാണ് നീലം മാംഗോ ട്രീ. വളരെ നല്ല മാങ്ങയ്ക്ക് നല്ല ഷേപ്പും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. നോക്ക്, ബിഗ് സൈസ്ഡ് മാംഗോ, വലിയ സൈസ്ഡ് മാംഗോയാണ്. വെരി സ്വീറ്റ് മാംഗോ, വളരെ മധുരമാണ്. അതുപോലെ തന്നെ ഡസൻറ്റ് ഗ്രോ വെൽ ഇൻ ഓർ സോയിൽ, നമ്മുടെ കേരളത്തിലെ സോയിലും നന്നായിട്ട് വളരില്ല. ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ടാണ് ക്ലൈമറ്റും സോയിലുമായിട്ടാണ് ഇതിന് യോജിച്ച് പോകാൻ പറ്റുന്നത്. പിന്നെ നീഡ്സ് സ്പെഷ്യൽ കെയറും ആവശ്യമാണ്. വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്? അപ്പോൾ ഏത് വെറൈറ്റി നമ്മൾ തിരഞ്ഞെടുക്കണം? നല്ല ഫ്രൂട്ട് ക്വാളിറ്റി വേണമെങ്കിൽ. ഡസ് ഇൻഡിജീനിയസ് വെറൈറ്റി ഹാവ് എനി അഡ്വാൻറ്റേജസ് ഓവർ നീലം വെറൈറ്റി? നോക്കുക, അതിൽ തന്നെ നോക്കാം നമുക്ക്. ഇൻഡിജീനിയസ് വെറൈറ്റിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ നീലം വെറൈറ്റിയേക്കാളും? ഇഫ് എ സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് നീലം മാംഗോ വിത്ത് ദ യങ് പ്ലാന്റ് ഓഫ് ഇൻഡിജീനിയസ് വെറൈറ്റി, വാട്ട് സ്പെഷ്യാലിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? അതായത് ഈ ഇൻഡിജീനിയസ് വെറൈറ്റിയേക്കാളും അപ്പോൾ രണ്ടിനുമുണ്ട് ഡിഫക്ട്സും ഉണ്ട്, മെറിറ്റും ഉണ്ട്. ഇൻഡിജീനിയസ് വെറൈറ്റി വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമ്മുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ സുലഭമായിട്ടും വളരും. പക്ഷേ മറ്റേത് വളരത്തില്ല. പിന്നെ എന്താണ്, സ്പെഷ്യൽ കെയർ ആവശ്യമില്ല, മറ്റേതിന് സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് വെറൈറ്റിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചെറുതും, അതുപോലെ തന്നെ മറ്റേതിൻ്റേതാണെങ്കിൽ നീല മാംഗോ എടുത്ത് വലുതാണ്. പിന്നെന്താണ് പറഞ്ഞത്, മറ്റേത് പുളിപ്പും ഉണ്ട്, സ്വീറ്റും ഉള്ളതുണ്ട്, പക്ഷെ മറ്റേത് സ്വീറ്റാണ്. ഇഫ് എ സാപ്ലിംഗ് ഈസ് produced by joining the stem of Neelam mangoes with the young plant of indigenous variety. What specialities
വിൽ ഇറ്റ് ഹാവ്? അപ്പം നമ്മളൊരു സാപ്ലിങ്സ്, ഒരു വൃക്ഷത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഡിജീനിയസ് വെറൈറ്റിയുടെ, അതായത് യങ് പ്ലാന്റിൽ, അതിൻ്റെ തൈയിൽ എന്ത് ചെയ്യണം? ദ സ്റ്റെം ഓഫ് നീലം മാംഗോ, അതിൻ്റെ നീലം മാങ്ങയുടെ സ്റ്റെമ്മ് ജോയിൻ ചെയ്യണം. അങ്ങനെ നമുക്ക് സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്താലോ? വാട്ട് സ്പെഷ്യാലിറ്റീസ് ഇറ്റ് വിൽ ഹാവ്? എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് കാണും? ഗ്രോ വിൽ ഇൻ അവർ സോയിൽ അല്ലേ. അപ്പം നീലം മാങ്കോയാണ് നമ്മുടെ സോയിൽ നന്നായിട്ട് വളരത്തില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, കർണാടക, തമിഴ്നാട് ആ സോയിലിലും ആ ക്ലൈമറ്റിലും അത് നന്നായിട്ട് വളരത്തുള്ളൂ. ഗ്രോ വിൽ ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിൽ നന്നായിട്ട് വളരും. കാരണം ഇൻഡിജീനിയസ് വെറൈറ്റിയുടെ തൈയിലാണ് മറ്റേത്, അതായത് നീലം മാങ്കോയുടെ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ സോയിലിൽ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സാപ്ലിങ്സ് ആണ്, ഇൻഡിജീനിയസിൻ്റെ സാപ്ലിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമ്മുടെ സോയിലിൽ വളരും. ഈൽഡ്സ് മാംഗോസ് ഓഫ് നീലം വെറൈറ്റി. അപ്പം നമുക്ക് കിട്ടുന്ന വിളവ് എന്തുമായിരിക്കും? നീലം മാങ്കോയുടെ വെറൈറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നീലം മാങ്കോയുടെ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് വളർന്ന് മുകളിലോട്ട് പോകുന്നത് നീലം മാങ്കോ ആയിരിക്കും. അപ്പം നമുക്ക് ഈൽഡ് കിട്ടുന്നത് ഏതിൻ്റെ ആയിരിക്കും? നീലം മാങ്കോയുടെ ഈൽഡായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ പിന്നെ ഭൂമിക്കടിയിലോട്ട് വളർന്നു പോകുന്ന വേര് ഏതിൻ്റെയാണ്? ഇൻഡിജീനിയസ് വെറൈറ്റിയുടെ വേരായിരിക്കും. നെക്സ്റ്റ് ഒരു പോയിന്റ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കാനുണ്ട്. അവിടെ ഡസൻറ്റ് നീഡ് സ്പെഷ്യൽ കെയർ, അതാണ് അവിടുത്തെ പോയിന്റ്. കാരണം എന്താണ്? കാരണം നമ്മുടെ ഇൻഡിജീനിയസ് വെറൈറ്റിയുടെ സാപ്ലിങ്സ് ആയതുകൊണ്ട് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് അത് വളരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ലെറ്റ് സീ ഹൗ സച്ച് എ സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് നോക്കാം അങ്ങനെയുള്ള സാപ്ലിങ്സുകൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊടുത്തിരിക്കുന്നുണ്ടോ? ഗ്രാഫ്റ്റിംഗ്. അങ്ങനെയുള്ള സാപ്ലിങ്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആദ്യം ലെയറിങ് പഠിച്ചു, ഇനി പഠിക്കാൻ പോകുന്നതാണ് ഗ്രാഫ്റ്റിംഗ്. ചൂസ് എ മാംഗോ പ്ലാന്റ് ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year എന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ എന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് നമ്മൾ ചൂസ് ചെയ്യുക. എത്ര വർഷമാണ്? 6 to 1 year വലിപ്പമുള്ള, അത്രയും പ്രായമുള്ള ഒരെണ്ണം. ദിസ് പ്ലാന്റ് വിത്ത് ദ റൂട്ട്സ് ഈസ് കാൾഡ് റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് റൂട്ട് സ്റ്റോക്ക് എന്ന്. അപ്പോൾ റൂട്ട് സ്റ്റോക്ക് എന്തുവാണ്? പ്ലാന്റ് വിത്ത് റൂട്ട്സ് ഈസ് കാൾഡ് റൂട്ട് സ്റ്റോക്ക്. പ്ലാന്റും അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ടും വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തോ ചെയ്യേണ്ടത്? കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് എ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ ഈൽഡിങ് ട്രീ ഓഫ് നീലം വെറൈറ്റി. അതുപോലെ നീലം വെറൈറ്റിയുടെ സ്റ്റെമ്മും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ദാറ്റ് സെയിം സൈസ് ആയിരിക്കും. മൂവാണ്ടൻ മാവിൻ്റെ സ്റ്റെമ്മ് വെട്ടിയെടുത്ത് അതേ സൈസിലുള്ള സ്റ്റെമ്മായിരിക്കണം നമ്മൾ ഈ നീലം മാവിൻ്റെയും കട്ട് ചെയ്തെടുക്കുന്നത്. സെയിം സൈസ് ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം ദ ഹൈ ഈൽഡിങ് ട്രീ ഓഫ് നീലം വെറൈറ്റി, അതും കട്ട് ചെയ്തെടുക്കണം. ദിസ് ഈസ് കാൾഡ് സയൺ. ഇതിന് എന്താണ് പറയുന്നത്? സയൺ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ആസ് സയൺ. സയണിന് വേണ്ടി നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്. ബഡ് എന്ന് വെച്ചാൽ മുകുളങ്ങൾ, പുതുതായിട്ട് മുകുളം വന്ന സ്റ്റെമ്മിനെ വേണം നമ്മൾ ഈ സയനായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. പിക്ചർ കിടക്കുന്നുണ്ടല്ലേ സയൺ എന്ന് പറഞ്ഞിട്ട് മുകുളങ്ങൾ വന്നത്. കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 centimeter ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സയൺ. അപ്പം റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ 50 centimeter വെച്ചിട്ട് കട്ട് ചെയ്യണം. അതായത് വേരിൻ്റെ ആ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 50 centimeter കട്ട് ചെയ്യണം. എന്തിനാണ്? ഈ സയണുമായിട്ട് ജോയിൻ ചെയ്യാൻ. ആൻഡ് മേക്ക് എ 4 centimeter ഡീപ്പ് കട്ട് എലോങ് ദ സെൻറ്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് തന്നെ 4 centimeter ആയിട്ട് ഡീപ്പിൽ കട്ട് ചെയ്യണം, താഴോട്ട് കട്ട് ചെയ്യണം. എൻ്റെ പിക്ചറിൽ കിടപ്പുണ്ട്. മേക്ക് ടേപ്ഡ് കട്ട് ഓൺ ബോത്ത് സൈഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ സയൺ ആ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമ്മൾ സയൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സയണിൻ്റെ ടിപ്പിലും അറ്റത്തും എന്ത് ചെയ്യണം? ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ചെത്തിക്കളയണം. ആ ഒരു റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ ഡീപ്പായിട്ട് കട്ട് ചെയ്തതിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇൻസേർട്ട് ദ സയൺ ഇൻ ടു ദി ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് ബൈൻഡ് ഇറ്റ് വിത്ത് എ പോളിത്തീൻ ടേപ്പ്. അപ്പം ആ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനോട്ട് ഈ സയൺ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം, അകത്തോട്ട് വെക്കണം, ഇൻസേർട്ട് ചെയ്യണം ആ ഗ്യാപ്പിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ടേപ്പ് കൊണ്ട് ബൈൻഡ് ചെയ്യണം, കെട്ടണം. ഓൺസ് ദിസ് സെഷൻ ഗെറ്റ് ജോയിൻഡ് വിത്ത് ദി സ്റ്റോക്ക് ആൻഡ് ബിഗിൻ ടു ഗ്രോ. നമ്മളങ്ങനെ സയൺ ഇതിനകത്ത് വെച്ച് ഈ റൂട്ട് സ്റ്റോക്കിൽ വെച്ചിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് വളർന്നോളും. ദ സാപ്ലിങ്സ് ക്യാൻ ബി പ്ലാന്റഡ് അറ്റ് എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്. അങ്ങനെ വളർന്നു വരുന്ന സാപ്ലിംഗ് തൈകൾ നമുക്ക് മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാം. നെക്സ്റ്റ്, ഗ്രാഫ്റ്റിംഗ് എന്തുവാണെന്ന്.
Grafting is a method of production of saplings by joining the stem of a superior quality plant with another plant that has root and belongs to the same species. അതായത് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ആണ്. നമുക്ക് പുതിയ പുതിയ വൃക്ഷത്തൈകൾ ഉണ്ടാക്കുന്നതാണ്. ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ അനദർ പ്ലാന്റ് വിത്ത് ഹാസ് റൂട്ട്, മറ്റേ വേറൊരു പ്ലാന്റ്. അപ്പോൾ അതിനെന്തോ വേണം? റൂട്ട് വേണം, വേരുകൾ വേണം. ദാറ്റ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷ്യസ്, രണ്ടും ഒരേ സ്പീഷ്യസിലായിരിക്കണം. മാവാണെങ്കിൽ രണ്ടും മാവായിരിക്കണം, പ്ലാവാണെങ്കിൽ രണ്ടും പ്ലാവായിരിക്കണം. പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് selected for grafting is called root stock and the stem which is joined to it is called scion. റൂട്ടുള്ള പ്ലാന്റ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന റൂട്ടുള്ള പ്ലാന്റിനെ റൂട്ട് സ്റ്റോക്ക് എന്നും അതുപോലെ തന്നെ സ്റ്റെമ്മിനെ ആൻഡ് സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ്, അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെമ്മിനെ നമ്മൾ സയൻ എന്നും വിളിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് വഴി നമ്മൾ വൃക്ഷത്തൈകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഏതൊക്കെയാണ്? എയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, നേരത്തെ തന്നെ അത് ഫ്ലവർ ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രൂട്ട് തരികയും ചെയ്യും. പിന്നീട് എന്താണ്? ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. രണ്ടാമത്തെ പോയിന്റ്, ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. കാരണം എന്ന് പറഞ്ഞാൽ റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ അത് നന്നായിട്ട് കിളിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫ്രൂട്ട്സ് ഓൺ ദി ഗ്രാഫ്റ്റഡ് ട്രീസ് ആർ സിമിലർ ടു ദി പ്ലാന്റഡ് ട്രീസ് ഫ്രൂട്ട്. അതായത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ട്രീയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത സെയിം സിമിലർ പേരൻ്റ് ട്രീയുടെ ഫ്രൂട്ട് പോലെ ആയിരിക്കും. നമ്മൾ ആദ്യമേ പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ അല്ലാതെ സീഡ് കുഴിച്ചിട്ടാൽ അങ്ങനെ കിട്ടത്തില്ല. ചിലപ്പം അങ്ങനെ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്മൾ ഏത് പേരൻ്റ് ട്രീ ആണോ സിയണായിട്ട് എടുക്കുന്നത് അതിൻ്റെ സെയിം തന്നെ നമുക്ക് കിട്ടും. വാട്ട് ഈസ് ദ റീസൺ ഫോർ എയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് മാംഗോ സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് വഴി നമ്മൾ ഒരു സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എയർലി ഫ്ലവറിങ്, നേരത്തെ തന്നെ ഫ്ലവർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഗ്രാഫ്റ്റഡ് സയൺ ഈസ് മെച്യൂർ ദാൻ റൂട്ട് സ്റ്റോക്ക്. കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സയൺ എന്ന് പറയുന്നത് മെച്യൂറായിട്ടുള്ളതാണ്. റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് കുഞ്ഞല്ലേ, ചെറിയ തൈയല്ലേ. പക്ഷേ ഗ്രാഫ്റ്റഡ് സയൺ എന്തുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുന്ന സയൺ എന്ന് പറഞ്ഞാൽ മെച്യൂറായിട്ടുള്ളതായിരിക്കും എടുക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു സെയിം സൈസാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു, രണ്ടും സെയിം സൈസാണെന്ന്. പക്ഷേ നമ്മൾ സയണാക്കാൻ എടുക്കുന്ന സ്റ്റെം എന്ന് പറയുന്നത് മെച്യൂറായിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ രണ്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെ കനം ഒരുപോലെയായിരിക്കും. ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിൽ ഇറ്റ് ടേക്ക് എ ലോങ്ങർ പീരീഡ് ഫോർ ഫ്രൂട്ടിംഗ് ഇഫ് ദ സ്റ്റെം സെലക്റ്റഡ് ആസ് സിയൺ ഈസ് നോട്ട് മെച്യൂർ ഇനഫ്? മെച്യൂർ ആയിട്ടില്ലെങ്കിൽ ഇത് പൂക്കാൻ ഒരുപാട് നാളെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഹാവിൻ യു സീൻ ദ ബഡ് ഗ്രോയിങ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ? അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്നും ഒരു ഇത് ബഡ് വരുന്ന കണ്ടില്ലയോ, ഒരു മുകുളം വരുന്ന കണ്ടില്ലയോ? വിൽ ദ ക്വാളിറ്റി ഓഫ് ദി പ്ലാന്റ് ബി അഫക്റ്റഡ് ഇഫ് ദിസ് ബഡ് ഈസ് നോട്ട് റിമൂവ്ഡ്? നമ്മൾ ആ ബഡ് റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യത്തില്ലേ? ചെയ്യും. കാരണം മറ്റേതിൻ്റെ വളർച്ച, അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു മദർ പ്ലാന്റിൻ്റെ, അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തില്ലേ ആ ഒരു പ്ലാന്റിൻ്റെ വളർച്ചയെ ഇത് അഫക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ അഫക്റ്റഡ് ദി ഗ്രോത്ത് ഓഫ് grafted plant. We have discussed the method of grafting the stem of നീലം മാംഗോ ട്രീ വിത്ത് മൂവാണ്ടൻ മാംഗോ ട്രീ. നീലം മാംഗോയും മൂവാണ്ടൻ മാംഗോയും ട്രീയും തമ്മിലുള്ള ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു. ഈസ് ദെയർ any advantages in making a new mango variety by grafting the scion of a mature മൂവാണ്ടൻ മാംഗോ ട്രീ വിത്ത് എ റൂട്ട് സ്റ്റോക്ക് ഓഫ് അനദർ മൂവാണ്ടൻ മാംഗോ ട്രീ? അപ്പോൾ നമ്മളൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു മൂവാണ്ടൻ മാംഗോ ട്രീയുടെ ഒരു സിയണും എടുത്ത് അതുപോലെ തന്നെ വേറൊരു മൂവാണ്ടൻ മാംഗോ ട്രീക്ക് തന്നെ അതിൻ്റെ റൂട്ട് സ്റ്റോക്കും എടുത്തിട്ട് നമ്മൾ ഒരു അനദർ മൂവാണ്ടൻ മാംഗോ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, കാരണം നമുക്കൊരു മൂവാണ്ടൻ മാവിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച് അതിനകത്ത് നിന്ന് നമുക്ക് ഫ്രൂട്ട് കിട്ടുമ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷേ ഇങ്ങനെ മൂവാണ്ടൻ മാവിൽ ഒരു മെച്യൂർ മൂവാണ്ടൻ മാവിൻ്റെ സ്റ്റെം എടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഫ്രൂട്ട്സ് കിട്ടും. നെക്സ്റ്റ് നോക്കൂ. എ സാപ്ലിങ്സ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിങ് മൽഗോവ ആൻഡ് ഗോമാവ് വിച്ച് ഈസ് ആൻ ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. വിച്ച് ഷുഡ് ബി the root stock, which should be the scion?
റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഇൻ ദി സയൻസ് ഡയറി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൽഗോവയുടെ സാപ്ലിങ്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഗോമാവ് വിച്ച് ഈസ് ആൻ ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ആണ്. അപ്പോൾ ഏതാണ് സിയണായിട്ട് എടുക്കേണ്ടത്? ഏതാണ് മൽഗോവയുടെയും അതുപോലെ തന്നെ ഗോമാവിൻ്റെ ഏതാണ് എടുക്കേണ്ടത്? റൂട്ട് സ്റ്റോക്കുമാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ആൻസറൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി കാൺ ഗ്രോ മാംഗോ സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്. വൈ? എന്തുകൊണ്ടാണ് നമുക്ക് മാംഗോ സാപ്ലിങ്സ് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്? ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഗ്രോ റൂട്ട്സ് ഇൻ ദ സ്റ്റെം. സ്റ്റെമ്മിൽ റൂട്ട്സ് വളർത്താൻ നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഡസ് ഇൻഡിജീനിയസ് വെറൈറ്റി ഹാവ് എനി അഡ്വാൻറ്റേജസ് ഓവർ നീലം വെറൈറ്റി? ഇൻഡിജീനിയസ് വെറൈറ്റി അതായത് മാംഗോ അതിൻ്റെയൊക്കെ ഇൻഡിജീനിയസ് വെറൈറ്റിയിൽ നീലം വെറൈറ്റിയിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോയെന്ന്. ഗ്രോ ഇൻ ആ സോയിൽ, നമ്മുടെ സോയിൽ നല്ലോണം വളരും. ഡു നോട്ട് നീഡ് സ്പെഷ്യൽ കെയർ, പ്രത്യേകിച്ച് നല്ല സ്പെഷ്യൽ കെയർ ഒന്നും ആവശ്യമില്ല. ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് റൂട്ട് സ്റ്റോക്ക്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് വിത്ത് റൂട്ട് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത വേരോട് കൂടിയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സിയൺ? സിയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ദ റൂട്ട് സ്റ്റോക്ക് ഈസ് കോൾഡ് സിയൺ. റൂട്ട് സ്റ്റോക്കുമായി ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റെമ്മിനെയാണ് നമ്മൾ സിയൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഗ്രാഫ്റ്റിംഗ്. എങ്ങനെ? ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. ഒരു സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും സെയിം സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്ന വേറൊരു പ്ലാന്റിൻ്റെ റൂട്ടും കൂടെ ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന സാപ്ലിങ്സ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാപ്ലിങ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ബെറ്റർ റെസിസ്റ്റൻസ് ടു ഡിസീസസ്. ഡിസീസസിനെ നല്ലോണം തടയാൻ സാധിക്കും. ബിഗ് സൈസ്ഡ് ആൻഡ് സ്വീറ്റ് ഫ്രൂട്ട്സ്. നല്ല മധുരമുള്ളതും നല്ല ബിഗ് സൈസ്ഡ് വലിയ ഫ്രൂട്ട്സുമായിരിക്കും കിട്ടുന്നത്. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. നേരത്തെ തന്നെ ഫ്ലവർ വരികയും ഫ്രൂട്ട് വരികയും ചെയ്യും. ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ സോയിലിൽ നല്ലോണം വളരും. ഫ്രൂട്ട്സ് ഓൺ ദ ഗ്രാഫ്റ്റഡ് ട്രീസ് ആർ സിമിലർ ടു ദ മദർ പ്ലാന്റ്. ഗ്രാഫ്റ്റഡ് ട്രീസിൻ്റെയും മദർ പ്ലാന്റിൻ്റെയും ഫ്രൂട്ട്സ് ഒരുപോലെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ദ ക്വാളിറ്റി ഓഫ് പ്ലാന്റ്സ് ബി അഫക്റ്റഡ് ഇഫ് ദ ബഡ് ഈസ് ഗ്രോയിങ് ബിനീത്ത് ദ ഗ്രാഫ്റ്റഡ് ട്രീ? അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാപ്ലിങ്സിൻ്റെ വൃക്ഷത്തൈയുടെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്നും റൂട്ട് സ്റ്റോക്കിൽ നിന്നും അതായത് ബഡ് മുകുളം വന്നു കഴിഞ്ഞാൽ അത് ആ ഗ്രാഫ്റ്റ് ചെയ്ത ട്രീയെ അഫക്റ്റ് ചെയ്യുമോ? യെസ്, ചെയ്യും. ദ ബഡ് ഗ്രോയിങ് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക് വിൽ നെഗറ്റീവ്ലി അഫക്റ്റഡ് ദ ഗ്രോത്ത് ഓഫ് സയണിൻ്റെ അതായത് ബഡ് ചെയ്ത ചെടിയുടെ മുകളിലോട്ടുള്ള ആ ഒരു സയണിൻ്റെ വളർച്ചയെ അത് അഫക്റ്റ് ചെയ്യും. ദ ഫ്രൂട്ട് ഇൻ ദ ബഡ് ഗ്രോയിങ് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക് ഡു നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി ഓഫ് ദ ഫ്രൂട്ട് ഫ്രം സയൺ. അതായത് സയണിൻ്റെ കണക്കുള്ള ഫ്രൂട്ട് ഒരിക്കലും കിട്ടത്തില്ല താഴെ ആ റൂട്ട് സ്റ്റോക്കിൽ നിന്നും വരുന്ന ഫ്രൂട്ടിന്. കാരണം അത് ഇൻഡിജീനിയസ് വെറൈറ്റി ആയതുകൊണ്ട് ആ തരത്തിലുള്ള ഫ്രൂട്ടേ തരത്തുള്ളൂ. ഹെൻസ് ദ ബഡ്സ് ദാറ്റ് ഗ്രോസ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ ഷുഡ് ബി റിമൂവ്ഡ്. നമ്മൾ ആ ബഡിൻ്റെ അതായത് നമ്മൾ ചെയ്ത ആ ഗ്രാഫ്റ്റിന് അടിയിൽ നിന്ന് വരുന്ന ബഡ് നമ്മൾ റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിങ് മൽഗോവ ആൻഡ് ഗോമ വിച്ച് ഈസ് ആൻ ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. വിച്ച് ഷുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക്, വിച്ച് വുഡ് ബി ദ സയൺ. റൈറ്റ് ദ റീസൺ ഫോർ this in the science diary. A sapling is to be produced in the same way using Malgova and Goma, which is an indigenous variety of mango tree. അതായത് നമുക്ക് ഇതുപോലെ തന്നെ മൽഗോവയുടെ സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഏത് വഴിയാണ്? ഗ്രാഫ്റ്റിംഗ് വഴി. അപ്പം അതിനകത്ത് ഇൻഡിജീനിയസ് വെറൈറ്റി ആണ് ഏതാണ്? ഗോമാവാണ്.
വിച്ച് ഷുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക്, വിച്ച് ഷുഡ് ബി ദ സിയൺ ആയിട്ടും റൂട്ട് സ്റ്റോക്കായിട്ടും നമ്മൾ ഏതാണ് എടുക്കേണ്ടത്. റൈറ്റ് ദ റീസൺ ഫോർ, അതിൻ്റെ റീസൺ കാരണം എഴുതണം. വി കളക്ട് റൂട്ട് സ്റ്റോക്ക് ഫ്രം ഗോമാവിൽ നിന്നാണ് നമുക്ക് റൂട്ട് സ്റ്റോക്ക് എടുക്കേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിജീനിയസ് വെറൈറ്റി, അത് ഇൻഡിജീനിയസ് വെറൈറ്റിയാണ്. ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, അതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. ആൻഡ് ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നന്നായിട്ട് നമ്മുടെ സോയിൽ വളരും. അതുപോലെ തന്നെ ഡു നോട്ട് നീഡ് സ്പെഷ്യൽ കെയർ, നമുക്ക് നല്ല സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. വി കളക്ട് സിയൺ ഫ്രം മൽഗോവയിൽ നിന്നാണ് നമ്മൾ സിയൺ കളക്ട് ചെയ്യേണ്ടത്, കാരണം അത് ആ ഒരു സാപ്ലിംഗ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വി ഗെറ്റ് മാംഗോസ് വിത്ത് ബിഗ് സൈസ് ആൻഡ് സ്വീറ്റ് ടേസ്റ്റ്, നമുക്ക് എങ്ങനെയുള്ള മാംഗോസുകൾ കിട്ടും? ബിഗ് സൈസും അതുപോലെ തന്നെ സ്വീറ്റ് ടേസ്റ്റിലുള്ള മാംഗോസുകൾ കിട്ടും. ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഫുള്ള് ഇട്ടിട്ടുണ്ട്, എടുത്തതിൻ്റെ അത്രയും ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.